ഹായ്, അപ്പോൾ എല്ലാവർക്കും DJ ഫാമിലിയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വ്ളോഗൊക്കെ ചെയ്തിട്ട് നമ്മൾ അന്ന് ലാസ്റ്റ് ചെയ്ത വ്ളോഗ് എന്ന് പറയുന്നത് മറ്റേ പുള്ളു പാടത്ത് ചെയ്തതാ. പിന്നെ അതിന് ശേഷം വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഫോണില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് ഈ ഫോണിൽ ചെയ്യണത്. എത്ര നേരം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും, നല്ല ഹീറ്റിങ്ങിന്റെ പ്രശ്നമുണ്ട്. ഫോൺ നോക്കിയിട്ടുണ്ട്, ഒന്നും ശരിയായിട്ടില്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ ഫോൺ സെറ്റായി കഴിഞ്ഞാൽ മിക്ക ദിവസം വ്ളോഗ് ഉണ്ടാവും കേട്ടോ, അതിലൊരു മാറ്റില്ല. പക്ഷെ അതുവരയ്ക്ക് ചെറുതായിട്ടൊരു ലാഗ് വരും. ഷോർട്സ് എങ്ങനെയാലും ഉണ്ടാവും. അപ്പോ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ. വാ, എന്താ പരിപാടി? ചിക്കൻ പാർട്സ് വാങ്ങിട്ട് വന്നില്ലേ, അതും കൊള്ളിയും കൂടിയിട്ട് വെക്കാൻ വിചാരിച്ചു. ചിക്കൻ പാർട്സും കൊള്ളിയും കൂടിയിട്ട്. ഓക്കെ, ബീഫും എന്താ പറയുന്നേ, എന്തിട്ടാ? കൊള്ളിയും ബീഫാ, കൊള്ളിയും എന്താ പറയുന്നത്, മുളനെഞ്ച്. അതല്ലേ വെക്ക. ഞങ്ങളിവിടെ ചിക്കൻ പാർട്സും കൊള്ളിയും കൂടെ ഒരുമിച്ച് വെക്കും. കാരണം ബീഫ് ഇവിടെ ആർക്കും പറ്റില്ല, അലർജി പ്രശ്നങ്ങളും. അപ്പൊ അതിന് പകരം ഇത് അപ്പൊ കട്ട് ചെയ്തോണ്ടിരിക്കുക. ചിക്കൻ പാർട്സ് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയ പീസസ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ കണ്ണായിട്ട് ഈ ഹാർട്ടൊക്കെ മുറിച്ചിടണം. ചിങ്ങൻ തന്നെ അതിൽ കണ്ട ഇഷ്ടാവില്ലേ. അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ഇതൊക്കെയാണല്ലേ അതിന്. ഇത് മുറിച്ചിട്ടതാണല്ലേ. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇത് കണ്ട ഈ ചോര ഉണ്ടാവും, എനിക്കത് ഇഷ്ടമില്ല. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്തിടണം. ഹാർട്ടൊക്കെ ഞങ്ങൾ 2 കഷ്ണാക്കിയിട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലേ ഇതില്. അമ്മയുടെ ഒരു അഡ്രസ്സിലല്ലോ, അമ്മ ഉള്ളില്ല. അതെ, കൂട്ടിയോ. അപ്പൊ തച്ചു ഇവിടെ ഇതൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനിയൊരു കാര്യം കൂടി ഉണ്ട്, കൊള്ളി കൂടിയും നന്നാക്കണ്ടേ. കൊള്ളി ഞാൻ നന്നാക്കാം, അമ്മയുടെ ഫോണിൽ സംസാരിക്കില്ല ഇപ്പൊ തൽക്കാലം. ഞാൻ നന്നാക്കാം. ഞാനേ ധ്രുവക്കൂട്ടം തുറക്കുക എന്താ ചെയ്യണേ നോട്ടേടാ. ഇപ്പൊ വരാട്ടാ. ഓക്കെ, അപ്പഴേ ധ്രുവക്കൂട്ടനും തുറകിയും കൂടിയിട്ട് അവിടെ എന്തോ പണിയില്ല. നമുക്കത് എന്താ നോക്കട്ടാ, അവരെന്താ ചെയ്യണേ നോട്ടെ. ധ്രുവക്കൂട്ടനും ദുർഗയും ഇവിടെ ഇരുന്ന് ദുർഗക്കൂട്ടിരുന്ന് വീഡിയോ കാണുക. ധ്രുവക്കൂട്ടൻ എന്തിനു ചെയ്യണ്ടായിരുന്നേ? വീഡിയോ കാണായിരുന്നു. അതെ, അപ്പൊ ദുർഗക്കുട്ടിയുടെ കൂടെ ഇരുന്ന് വീഡിയോ കാണാൻ പോവാന്ന് തോന്നുന്നു അല്ലേ. ദുർഗക്കുട്ടി ഒരു ഹായ് പറഞ്ഞേ. ഹായ്. പൊന്നു എന്താ ചെയ്യണ്ടായിരുന്നേ? വീഡിയോ കാണാണോ അമ്മ വീഡിയോ കാണാണോ? ഇതെന്താ മേത്ത് വെള്ളമൊക്കെ ആയിണ്ടല്ലോ. ഇതെന്ത് വീഡിയോ കാണുന്നത്? അതെ, ഇതൊക്കെ കുട്ടിക്ക് പേടിയാവണില്ലേ? ഇതൊക്കെ കുട്ടിക്ക് പേടി. പൊന്നിന് പേടിയുണ്ടാ? ഇല്ലേ? അടിപൊളി. എന്നിട്ട് വണ്ടി ഓടിച്ച് കളിച്ച് കഴിഞ്ഞാ എന്ത് പറ്റി? ജലദോഷം ഉണ്ടോ? ദുർഗക്കുട്ടി, ദുർഗമ്മോ, ദുർഗു എന്തുട്ടാ അത് തന്നെ കഴിഞ്ഞിട്ട് മാറ്റിടമ്മോ. അമ്മോ മാറ്റിടേ അമ്മോ. പേടിപ്പിക്കണമെന്നാണോ കാണുന്നത്? കണ്ട അത് തന്നെ കണ്ടോണ്ടിരിക്കുക അല്ലേ. അമ്മൂന് പേടിയില്ല അല്ലേ അമ്മോ? അപ്പൊ വേണ്ട, അപ്പൊ അതിലൊന്ന് കാണട്ടെ. നമുക്ക് അച്ഛമ്മ അവിടെ നിന്നിട്ട് ചെയ്യുന്ന നോക്കട്ടാ. അച്ഛമ്മ ഫോൺ ചെയ്യുന്ന നോക്കട്ടെ, നോക്കിയിട്ട് അച്ഛ പോരാ. ഓക്കെ ഡൻ. എന്നാ നീയും വാ. അച്ഛമ്മ അവിടെ നിന്ന് ഫോൺ ചെയ്യാണ്. അച്ഛമ്മ അവിടെ ഭയങ്കര ഫോൺ വിളിയില്ല. നമുക്കപ്പം അങ്ങോട്ട് പോവാം. അച്ഛമ്മ എന്തായി? അതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടില്ലേ? ഓക്കെ. ഈ ഹാർട്ട് കട്ട് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞത് എന്റെ ഫ്രണ്ടാട്ടാ. ആരാന്ന് കണ്ടെന്ന് അറിയാം, ആര്യ ജയകുമാർ. അവളാണ് പറഞ്ഞത്. എന്താ വെച്ചാല് അവള് പറയാറുണ്ട് ഇതിന്റെ ഇങ്ങനെ ഞെക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് ചോര വരുന്ന. അപ്പോഴാണ് എനിക്കറിയാം, കാരണം നമ്മള് വീട്ടിൽ കട്ടിങ്ങും അമ്മയുടെ കൂടെ നിൽക്കാറില്ലല്ലോ. അപ്പൊ അവള് പറയാറുണ്ട് ഈ ഹാർട്ട് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഇതിന്റെ ട്യൂബിന്റെ ഉള്ളിൽ നിന്ന് ചോര വരും, ശ്രദ്ധിക്കണം എന്ന്. അന്ന് അവളെനിക്ക് പറഞ്ഞിട്ടുള്ളത്. അത്
ഭയങ്കര ഇതാണ്, ഓർമ്മയാണ്. അത് കാരണം എനിക്ക് നമുക്ക് ചോരയൊന്നും പറ്റില്ലല്ലോ, അപ്പൊ അതൊക്കെ പിഴുതി കളഞ്ഞു. അങ്ങനെ ദച്ചു കരച്ചിൽ തുടങ്ങി. ഭയങ്കര ദച്ചു അങ്ങനെ വിതുമ്പി വിതുമ്പി കരഞ്ഞോണ്ടിരിക്കണേ. സബോള ഇനിയുമ്പോ കണ്ണേരിഞ്ഞ് കഴിഞ്ഞാൽ അമ്മായിമ്മ ഭയങ്കര സാധനം പറയാറില്ലേ? അത് സത്യല്ലേ? അത് സത്യല്ലേ? അത് നിന്നെ അമ്മേനും കണ്ടറിയാം, അമ്മായിമ്മ ഭയങ്കര സാധനമാണെന്നല്ലേ. പോര് സഹിക്കാൻ പറ്റില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇരിക്കണം. ഞാൻ നിങ്ങളെ പോലെ ഒന്നല്ല, ഞാൻ ഒരു കുട്ടിക്ക് കല്യാണം കഴിച്ച് കൊടുക്കുള്ളൂ. കണ്ണേട്ടാ എപ്പോഴേ പറഞ്ഞേ കേട്ടാ, കഴിച്ചു കൊടുക്കുള്ളൂ. ഞാൻ ഇങ്ങനെ ആരെയും കേക്കില്ല, ഞാനും കണ്ണേട്ട മാത്രം. നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. നമ്മള് ജീവിതാനുഭവം വെച്ച് പറയാം, ഒരു തരി പോലും നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മുടെ കടമ ചെയ്യാം, അത്രേ ഉള്ളൂ. എന്താ സംഭവം അറിയോ? എപ്പോഴും പറഞ്ഞ കാര്യം, നമ്മുടെ കടമ ചെയ്യാം. എന്തെങ്കിലും ഇപ്പൊ ഞാൻ എന്തെങ്കിലും കുറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം പറഞ്ഞ കാര്യം, നീയും ഒരു അമ്മായിമ്മ അമ്മണ്ടതാണ്, നീ ഒരു അമ്മ തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്, രണ്ട് നമ്മൾ അറിയണം. അപ്പൊ കണ്ടിട്ട് പറയും, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വീണ്ടും വരും. അപ്പൊ അത് കാരണം കൊണ്ട് ഒരു മിനിറ്റ് അയ്യോടാ കരഞ്ഞു. ദച്ചു ഭയങ്കര കരച്ചിലായി. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു കരച്ചിലൊക്കെ വന്ന പോലെ. ഓക്കെ, അതെ. എന്ത് സംഭവം അറിയോ? നമ്മളെപ്പോഴും മക്കളെ വളർത്തുമ്പോ സംഭവം നമ്മൾ ഇത്തിരി വന്ന കുട്ടികളാണ് നമ്മുടെ രണ്ടുപേരെയും. പക്ഷെ എന്നിരുന്നാലും ജീവിതാനുഭവം കൊണ്ട് പറയാം, നമ്മളൊന്നും ആണ്ടാ കള്ളി വന്നുണ്ട്, കള്ളി സബോള കള്ളി വന്നുണ്ട്. ഇതാരാ ശബോള എടുത്തിട്ട് പോണത്? അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാലേ, നമ്മള് അമിതമായിട്ട് പ്രതീക്ഷ കൊടുക്കുമ്പോഴാണ് പ്രശ്നം. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഇരുന്ന് നോക്കി, അപ്പൊ കിട്ടുന്ന എല്ലാം ബോണസാ. നമ്മൾ പ്രതീക്ഷ കൊടുക്കുമ്പോ അവരിൽ നിന്ന് ചെറുതാണെങ്കിൽ പോലും ആ കിട്ടുന്നത് നമുക്കത് വലിയ താങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കരുത്. പിന്നെ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മുടെ വിധിയെന്ന് കരുതുക, അല്ലാതെ അവരെ കുറ്റപ്പെടുത്തി അതിലൊന്നും അർത്ഥമില്ല. അപ്പൊ ദച്ചു കരച്ചിൽ. അപ്പൊ അമ്മ അവിടെ കൊള്ളി നുറുക്കൽ തുടങ്ങി. കൊള്ളി കംപ്ലൈന്റ് ഉണ്ടാ ചിലതില്? ആള് പറഞ്ഞു ആള് കൂടുതൽ ഇട്ടുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ചിലത് കംപ്ലൈന്റ് ഉണ്ട് കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ കൊറേ കംപ്ലൈന്റ് ഉള്ള ആള് മാറ്റിയായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ കൊള്ളിക്ക് എത്രയാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തോളൂട്ടാ. ഇവിടെ കിലോ 40 ആയിരുന്നു. ആ എന്റെ അമ്മ ഇവര് അതൊക്കെ ഇന്ന് 40 രൂപ പറഞ്ഞ കിലോന്. പക്ഷെ 2 കിലോ ഇട്ടിട്ട് ആള് 70 രൂപ അല്ല 50 രൂപ മേടിച്ചുള്ളൂ. അപ്പൊ കൊള്ളിയുടെ ക്വാളിറ്റി എന്താ വരുന്നുണ്ടല്ലോ എനിക്ക് മനസ്സിലായി. പിന്നെ കിട്ടാനില്ല, അപ്പൊ പിന്നെ അത് മേടിച്ചു പോന്നു. പക്ഷെ ആള് കുറച്ചൊക്കെ വെട്ടി നുറുക്കിയിട്ട് 2 കഷ്ണാക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു. എന്നിട്ട് അതില് കംപ്ലൈന്റ് ഉള്ള കുറെ ഉണ്ടായിരുന്നു. എവിടെ ചങ്ങരേണ്ട? അവിടെ ഇല്ലേ? അല്ല അവിടേക്ക് ഞാൻ പോയില്ലേ. ഇത് മേടിച്ച സ്ഥലമൊന്നും പറയണ്ട. ആ ചേട്ടൻ കച്ചവടം ചെയ്ത് ജീവിക്കണതല്ലേ, വെറുതെ എന്തിനാ അയാളെ കുറിച്ച് പറഞ്ഞിട്ട്. പിന്നെന്ന് വെച്ചാൽ ആകെ ഇതുള്ളൂ, ആളെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നേരല്ലേ. അപ്പൊ അമ്മ അപ്പൊ ഇത് പെട്ടെന്നുണ്ടായ തീരുമാനങ്ങളല്ലേ. അപ്പൊ ഓക്കെ, അമ്മ നന്നാക്ക്. എന്നാ വണ്ടിക്കാര് കൊള്ളി മധുരക്കിഴങ്ങ് പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നുണ്ട്. അതെ, അവിടെ എന്താ സ്പെഷ്യല്? ഇത് കണ്ട 2 കാല്. 2 കാല്. ഈ 2 കാല് ഓക്കെ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഈ സാധനം അവര് കഴിക്കില്ലല്ലോ. അപ്പൊ ചിക്കൻ പാർട്സ് നമുക്ക് മാത്രം. അത് അവർക്കുള്ളതാണുള്ളത്. നീ 2 മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ എന്താ സംഭവം മനസ്സിലായി. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓടിയില്ലടോ അത്. ഇഷ്ടൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മള് ചിക്കൻ പാർട്സ് കഴിക്കും. അവർക്ക് 2 പേർക്ക് ഇത് കഴിക്കാത്ത കാരണം നമ്മളത് അവർക്ക് കൊടുക്കും. കൊഞ്ഞനും കുത്തി. നമുക്ക് ഫസ്റ്റ് കുറച്ച് മുളക് മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കാം. ഓക്കെ. അപ്പൊ ഇതിലേക്ക്
ഇത് രണ്ടും വറക്കാനാ? അത് രണ്ടും വറക്കാൻ. രണ്ടും വറക്കാനല്ലേ? അപ്പൊ ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, കുറച്ച് ചിക്കൻ മസാല ഇട്ടു, സ്പൈസ് ഇല്ല, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ഗരം. അപ്പൊ ദച്ചുട്ടി ഇതേ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ കുറച്ച് ഭാഗങ്ങൾ കട്ടായി പോയിട്ടാ ഫോൺ ഹീറ്റിംഗ് ആയിട്ട്. അപ്പൊ നമുക്ക് മുളകും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതില് ചൂടായിട്ടില്ലേ? ഇവിടെ മുളകും മല്ലിപ്പൊടിയും ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ സബോളയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുളകും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ചൂടായിട്ടില്ലേ? ഇവിടെ മുളകും മല്ലിപ്പൊടിയും ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ സബോളയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോ വീഡിയോ എടുക്കണ ആളെ കാണാനില്ല. ഇവിടെ ചെറിയ തല്ലുകൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ ചീത്ത പറഞ്ഞപ്പോ ധ്രുവക്കൂട്ടിന് ഭയങ്കര വിഷമായി. അപ്പൊ ദുർഗ എന്നെ വിളിച്ചോണ്ട് വന്ന് സമാധാനപ്പെടുത്താൻ കൊണ്ട് വന്നതാണ് കേട്ടാ. സമാധാനത്തിന്റെ ആശാത്തി. ഓക്കെ സെറ്റ് വരണ്ടാ, ബാക്കി ഇതിപ്പോ പ്രോസസ് ഒക്കെ വേഗം കഴിയും. പോയിട്ട് വാ. എനിക്ക് അവർക്കുള്ളത് ചിക്കൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ജിഞ്ചർ ഗാർലിക് മാത്രമല്ല, ഇതില് എല്ലാം ഉണ്ടല്ലേ. അപ്പോ ദച്ചുവിന്റെ മാത്രം സ്പെഷ്യൽ എന്തൊക്കെയുണ്ടെന്ന് പറയുന്നുണ്ട്. കഴിക്കും പറയാം ദൈവമേ. അപ്പൊ അങ്ങനെ അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ ഇതെടുത്തിട്ടല്ലേ ചെയ്യാ. ഇനിയും പ്രോസസ്സിങ് ഉണ്ട് അല്ലേ. ഓക്കെ, എന്തായി അമ്മേ? അമ്മ കൊള്ളിയൊക്കെ നന്നാക്കി കഴിയാനായിട്ടുണ്ട്. ധ്രുവക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് ആ കൊള്ളി കഴിക്കാനും ശ്രമിക്കുന്നുണ്ട്. അല്ല ധ്രുവക്കുട്ട എങ്ങനെയുണ്ട്? ധ്രുവക്കുട്ട അതിനിടയിൽ ഒന്ന് പിണങ്ങിപ്പോയി. അതാണ് ഞാനിപ്പോൾ സമാധാനിപ്പിക്കാൻ പോയത്. ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ പാട്ടായ കാരണം എന്താ പറയാ, മുളക് പൊടിയും ഇതൊന്നും അതില് തിരുമ്പി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് കട്ട് ചെയ്തതല്ല, ഒരുമിച്ച് ഇതാക്കിയാൽ മതി. ചിക്കന് സാധാരണ നമ്മളിതൊക്കെ മിക്സ് ചെയ്ത്, അതായത് മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഇനിയിപ്പോ ഇതൊന്ന് ആയ ശേഷം അടുത്തെന്തിട? അടുത്തത് അത് ഇതിടണല്ലേ. എന്നാ കൊള്ളിന്ന് വേണമല്ലോ. ആട്ടോ. മഞ്ഞൾപ്പൊടി അപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചൂടായില്ലേ? കൈ പൊള്ളിയാ? കൈ പൊള്ളിയാ?
കൈ പോണം നോക്കിയിരിക്കാനേ. പുളി വേണോ? പുളി വേണോ? ഇനി അങ്ങനെ തന്നെ ഇട്ടോ. ഇപ്പോൾ അത്ര മതിയാ? മഞ്ഞപ്പൊടി ഉള്ളിട്ടിട്ട് പൊടി. അമ്മ അപ്പം അതെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അമ്മതാ കൊള്ളി നുറുക്കിയിട്ട് അതിൽ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി മഞ്ഞപ്പൊടി ഇട്ട് നന്നായി കഴുകല്ലേ? അത് കഴുകിയതാ? അതെ, മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിക്കും. ഓക്കെ. വെച്ചു ചിക്കൻ ഇടാൻ പോവാണ് കേട്ടോ. ചിക്കനിൽ ഇത്തിരി ഉപ്പ് കുറച്ചിട്ട പുള്ളിയും കൂടി ആകുമ്പോൾ അപ്പോൾ ചിക്കൻ എല്ലാം അതിലിട്ടിട്ടുണ്ട്. അപ്പുറത്തതേ കൊള്ളി വെച്ചിട്ടുണ്ട്. ആ, അപ്പോൾ കുട്ടികൾക്കുള്ളത് ഫ്രൈ ചെയ്യാല്ലേ? വെച്ചു നന്നായി ഇളക്കി മസാല. ഇപ്പൊ മിണ്ടാണ്ടിക്ക് എന്ത് പറ്റി? എൻ്റെ അമ്മോ, അച്ഛമ്മേനെ പേടിപ്പിക്കണം. അച്ഛമ്മ ഔട്ടിരിക്കണ അച്ഛമ്മേനതേ പേടിപ്പിക്കണു. അപ്പോൾ ഓവർ മസാലാസ് ഒന്നും ഇടാണ്ട് സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആട്ടോ. ഞാൻ വേറെ അതില് ഇതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ നല്ലോണം തട്ടിയിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടി, മസാല പിടിക്കാൻ വേണ്ടിട്ടല്ലേ? ഉള്ളു വേവായിട്ടിരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ആ, അപ്പോൾ ഇവിടെ ചിക്കൻ്റെ ഇത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ദാ ഇതും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ദാ കൊള്ളിയും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഇത് അപ്പോൾ കുറച്ചുകൂടിയും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് വെച്ചു. ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇതാക്കണേ നന്നായി വേവ് കിട്ടാൻ വേണ്ടിയിട്ടില്ലേ? ഓക്കെ. ഉപ്പ് ചേർത്തിണ്ടായിരുന്നു, മസാലയൊക്കെ ചേർത്തപ്പോ ഞാൻ ചേർത്തിണ്ടായിരുന്നു. കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത കാരണം അല്ലേ? ഉപ്പ് വേണല്ലോ. ഓക്കെ, അധികം ഉണ്ടോട്ടാ. ഇനി ഇത് സെറ്റായ ശേഷം വെന്ത കൊള്ളി ഇതിലിട്ടിട്ട് ഇളക്കും, അതല്ലേ സംഭവം? കൊള്ളി എപ്പോഴും നമ്മള് ഊറ്റണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളിയിൽ എല്ലാരും പറയുന്നല്ലോ വിഷാംശം ഉണ്ട്. അപ്പൊ അത് കാരണം കൊള്ളി തിളച്ചതിന് ശേഷം എന്ത് വെക്കുകയാണെങ്കിലും കൊള്ളി തിളച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റി കളയണം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതൊക്കെ വേവിച്ചാലും കുഴപ്പമില്ല. പക്ഷെ കൊള്ളി തിളച്ച് വരുമ്പോ ആ വെള്ളം നമ്മൾ കളയണം. നല്ലതല്ലേ? അതില് ഇതുണ്ട്, വിഷാംശം ഉണ്ടെന്നാണ് പറയണം. വിഷാംശം ഉണ്ട് പറയണതല്ല, ഉണ്ട്. ഓക്കെ, അതിന്റെ എന്തോ കട്ടുണ്ടാവും അങ്ങനെ എന്തോ പറയണതല്ലേ? ബാക്കിയുള്ളത് കാണുന്നവര് തീരുമാനിക്കട്ടെ. ഓക്കെ, നല്ല സൂപ്പർ മണം വരുന്നതാണ്. ഫ്രൈ കറി ഉണ്ടാക്കുന്ന നീ തന്നെ കൊതി വിട്ടാലും ഞങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ
ഈശ്വരന്മാരെ. ഓക്കെ, ഇനി അത് സെറ്റ് ആവട്ടെ. തക്കാളി ഇതിൽ ചേർത്തിട്ടില്ല. തക്കാളി ചേർക്കാം. പിന്നെ അമ്മക്ക് ഈ മറ്റേ സ്റ്റോണിന്റെ പ്രശ്നമുണ്ട്, തക്കാളി കഴിച്ച ആൾക്ക് പറ്റില്ല. അത് കാരണം ഞാൻ തക്കാളി ഇതിൽ ചേർത്തിട്ടില്ല. ഓക്കെ, നല്ല കാര്യം. ഉപ്പ് നേരത്തെ ചേർത്തുണ്ടായിരുന്നു, മസാലയൊക്കെ ചേർത്തപ്പോ ഞാൻ ചേർത്തുണ്ടായിരുന്നു. കുറച്ചും കൂടെ ചേർത്തുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത കാരണം അല്ലേ? ചേർത്ത കാരണമല്ല, നല്ല ഉപ്പ് വേണമല്ലോ. ഓക്കെ, അധികം ഉണ്ടോട്ടാ. ഇനി ഇത് സെറ്റായ ശേഷം വെന്ത കൊള്ളി ഇതിലിട്ടിട്ട് ഇളക്കും, അതല്ലേ സംഭവം? കൊള്ളി എപ്പോഴും നമ്മള് ഊറ്റണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളിയിൽ എല്ലാരും പറയുന്നില്ല വിഷാംശം ഉണ്ട്. അപ്പൊ അത് കാരണം കൊള്ളി തിളച്ചതിന് ശേഷം എന്ത് വെക്കുകയാണെങ്കിലും കൊള്ളി തിളച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റി കളയണം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതാക്കി വേവിച്ചാലും കുഴപ്പമില്ല. പക്ഷെ കൊള്ളി തിളച്ച് വരുമ്പോ ആ വെള്ളം നമ്മൾ കളയണം. നല്ലതല്ലേ? അതില് ഇതുണ്ട്, വിഷാംശം ഉണ്ടെന്നാണ് പറയണം. വിഷാംശം ഉണ്ട് പറയണതല്ല, ഉണ്ട്. ഓക്കെ, അതിനെന്തോ കട്ടുണ്ടാവും അങ്ങനെ എന്തോ പറയണതല്ലേ? ബാക്കിയുള്ളത് കാണുന്നവര് തീരുമാനിക്കട്ടെ. ഓക്കെ, നല്ല സൂപ്പർ മണം വരുന്നതാണ്. ഫ്രൈ കറി ഉണ്ടാക്കുന്ന നീ തന്നെ കൊതി വിട്ടാലും ഞങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ. ഈശ്വരന്മാരെ. ഓക്കെ, ഇനി അത് സെറ്റ് ആവട്ടെ. തക്കാളി ഇതിൽ ചേർത്തിട്ടില്ല. തക്കാളി ചേർക്കാം. പിന്നെ അമ്മക്ക് ഈ മറ്റേ സ്റ്റോണിന്റെ പ്രശ്നമുണ്ട്, തക്കാളി കഴിച്ച ആൾക്ക് പറ്റില്ല. അത് കാരണം ഞാൻ തക്കാളി ഇതിൽ ചേർത്തിട്ടില്ല. ഓക്കെ, നല്ല കാര്യം. അപ്പൊ ചിക്കൻ പീസ്, ചിക്കൻ അതേ ഇതെന്താ ഞാൻ നന്നായി കട്ട് ചെയ്ത് തരണട്ടെ. ഇങ്ങനെയൊക്കെയാണ് ഉടഞ്ഞതില്ലേ? കുഴപ്പമില്ല. ഉള്ളിലൊക്കെ വെന്തില്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കണല്ലോ. കുഴപ്പമില്ല. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്, നന്നായി വെന്ത് സെറ്റായി വരുന്നു. അപ്പോൾ ഇനി നമുക്കിവിടെ കൊള്ളി തിളച്ചിട്ടുണ്ട്, വെന്ത് തുടങ്ങി തോന്നുന്നു അല്ലേ? കൊള്ളി ഒരു ഇതമേ. ഇനി ഇതിലിട്ടിട്ട് അത് വേണം. അപ്പോഴാണ് അതിൻ്റെ ഇതൊക്കെ ഇത് പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊള്ളി ഊറ്റാനുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, കൊള്ളി ഊറ്റിയെടുക്കുന്നതിൻ്റെ പുതിയ പരീക്ഷണങ്ങളാണ് ഇത് വെച്ചു. ഇത് സിമ്മിൽ വെച്ചു. ഇനി ഇതെടുത്ത് ഊറ്റിയായിരിക്കില്ല കേട്ടോ. ഓക്കെ, ആവി പറക്കുന്ന കൊള്ളി. അപ്പോൾ അടിപൊളി. ഇനി ഇത് മൊത്തം ഇളക്കണം അല്ലേ? അല്ല, ഇതൊന്നും കൂടെ ഇതിൽ കിടന്നിട്ടേ ഇളക്കണം. എന്നിട്ട് ഒന്നും കൂടെ കിടന്നിട്ട് വേവണം. ഇത് വേവാണ്ട്. ഞാൻ പെട്ടെന്ന് ജനലിൻ്റെ അവിടെ നോക്കിയപ്പോൾ ഏതൊരു സ്ത്രീ, അമ്മ രാത്രിയിലൊക്കെയാണ് പോയി തുണി തിരുമ്പിയിട്ടിരുന്നത് കേട്ടാ. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ ഒരു ആളങ്ങോട്ട് ഇടുന്ന് നടക്കണം. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അല്ലെങ്കിൽ മൊത്തം കിളി പോയിട്ടിരിക്കണേ. ഇനി ഈ ഒരു കിളിയോടെ പോവാളുള്ളൂ. ഇനിയുള്ള കിളി പോയാൽ കഴിഞ്ഞാൽ വട്ടായി നടക്കേണ്ടി വരും. മറ്റേ ചെമ്പരത്തി പൂവൊക്കെ ചെവിട്ടിൽ വെച്ച് ഇങ്ങനെ നടക്കേണ്ടി വരും. കൊള്ളി ബെസ്റ്റ്. കുറച്ചുകൂടെ എടുത്ത് വെച്ചോ ഇതിൽ കൂട്ടണം. എന്നാൽ അതുകൂടി എടുത്ത് അവർക്ക് കുറച്ചുകൂടി എടുത്ത് വെക്കി.
അമ്മ മനസ്സ് തങ്ക മനസ്സ് ഇതാണല്ലേ ആ സംഭവം. എന്തെങ്കിലും നമ്മളുണ്ടാക്കിയിട്ട് മറ്റുള്ളവർ കഴിച്ചത് ഇതായി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് വയറിനിറങ്ങുന്ന പോലെയാണ്. അതെ, അന്ന് നീ ഒന്നും കഴിക്കണ്ടെന്ന് ഞങ്ങൾ കഴിച്ചോളാം. അതല്ലേ നല്ലത്. ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞോളാം സൂപ്പറായിണ്ട്. വീഡിയോക്ക് വേണ്ടിയിട്ടല്ല, അല്ലാണ്ട് തന്നെ ഞാൻ പറയാം നിന്നോട് സൂപ്പറായിണ്ട് എന്നൊക്കെ പറയാം. എന്നിട്ട് ഞാനും അമ്മയും ഞങ്ങളെല്ലാരും കൂടി കഴിക്കാം. നീ നോക്കിയിരുന്നാ മതി. നീ എന്നിട്ട് സന്തോഷിക്ക് തെച്ചു. വേണ്ട, നാളെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയാവും കൊതി കിട്ടിയിട്ടേ. എന്തിനാ നിന്നെ നോക്കി ആ മുഖം കണ്ടാലറിഞ്ഞൂടെ ലമ്മോ? അമ്മയുടെ ചിരി കണ്ടാലറിയാം. ഇപ്പൊ അതല്ല, കഷായത്തിന്റെ കാലാണേ. അത് കാരണം എല്ലാരും സ്നേഹത്തോടെ നിക്കണം. അല്ലെങ്കിൽ എപ്പോഴാ പുതിയ കഷായം ചിലപ്പോ പറയും കണ്ണട്ടിന് ക്ഷീണുണ്ടല്ലോ, ഇച്ചിരി കഷായം കുടിച്ചോളൂ എന്ന് പറയും ചിലപ്പോ. ഇപ്പൊ കഷായം അല്ലെങ്കിൽ കട്ടൻ ചായ എന്നെ കൊണ്ടുവരുമ്പോ ശ്രദ്ധിക്കണം കളർ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെ വേണമെങ്കിലും ഗ്രീഷ്മകള് കയറി വരാം. എന്നാലും ഭയങ്കര അക്രമമായി. അത് പോട്ടെ, അതിനെ കുറിച്ച് സംസാരിക്കണ്ട. അതിങ്ങനെ പെട്ടെന്ന് അങ്ങനെ കയറി വന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ചിക്കൻ അല്ല എന്നിട്ട് പറയുന്നേ ചിക്കൻ പാർട്സ് കറി, കൊള്ളി ചിക്കൻ പാർട്സ്, ചിക്കൻ ബിരിയാണിയോ കപ്പ ബിരിയാണി എന്ന് പറയണത് ഇതിനെ അല്ലല്ലോ ശരിക്കും പറയാ. ഈ കൊള്ളിയും ബീഫിന്റെയും അതല്ല കപ്പ ബിരിയാണി എന്ന് പറയാ. ഇത് പറഞ്ഞപ്പോൾ ആലോചിച്ചേ. അതെ, ഒന്നോടെ പറയൂ ചിരിക്കാൻ. പല തിരുവനന്തപുരത്തിന് എന്താ പറയാന്നുള്ളതൊക്കെ ഇപ്പൊ എല്ലാവരുടെയും ഇത് ഒന്നാമത് സോഷ്യൽ മീഡിയ അത്ര ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് പല വീഡിയോസ് കണ്ടാലും എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി. ഇപ്പൊ കപ്പ ബിരിയാണി എന്താ ഇപ്പൊ തന്നെ ഫുഡ് ബ്ലോഗർമാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ സ്ഥലത്ത് നമുക്ക് വെറൈറ്റി ഫുഡുകൾ എന്താണ് ഏതാണെന്നൊക്കെ അറിയാം. ഇപ്പൊ തിക്കായി തുടങ്ങിയില്ലേ? ഇപ്പൊ നല്ല തിക്കായി തുടങ്ങി, കൊള്ളിയിലേക്ക് പിടിച്ചു തുടങ്ങിയില്ലേ? ഓക്കെ, ഇതിന് ശരിക്കും ഉണ്ടല്ലോ കുറച്ചിങ്ങനെ കൊള്ളിനേക്കാളും നല്ലത് കുറച്ചിങ്ങനെ ഹാർഡായിട്ടുള്ള കൊള്ളിയ നല്ലതല്ലേ? ആകുമ്പോ കടിക്കാനും ഉണ്ടാവൂലേ? ഓക്കെ, ചെറുതായിട്ട് നുടച്ചു കൊടുക്കണം, നല്ലതാണല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ എന്ത് ശരിയായിന്ന് നീ പറഞ്ഞ അന്ന് നമുക്ക് തമ്പനയിലാത്തിട്ടാലോ, ചിക്കൻ കപ്പ ബിരിയാണി. അപ്പൊ അങ്ങനെ കൊടുക്കട്ടാ, ചിക്കൻ കപ്പ ബിരിയാണി. തന്തയ്ക്ക് വിളി കേൾക്കാവോ? അല്ല ഓക്കെ, എന്നാ ഇപ്പൊ ഈ ചിക്കൻ നിർവാണ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ചെയ്ത പോലെ ഷെഫിലാണ്, സോറി. പക്ഷെ നിർവാണ അല്ല ഞാൻ ഉദ്ദേശിച്ചതല്ലല്ലോ. മറ്റേ ചിക്കൻ്റെ തന്നെ മറ്റേ എന്താ പറയാ കൊത്തിപ്പിരി പോലത്തെ അല്ല, എന്താ പറയാ ചിന്താമണി ചിക്കൻ എന്നൊക്കെ അതൊക്കെ ഓരോരുത്തർ ഇട്ടിട്ടില്ലല്ലേ? ചിന്താമണി നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാട്ടോ. അത് ഏറ്റവും കൂടുതൽ കഴിക്കാറുള്ളത് നമ്മുടെ ഒരു മാമൻ്റെ അവിടെ പോകുമ്പോഴാണ്. അവിടെ അമ്മായി ഉണ്ടാക്കും സ്പെഷ്യലായിട്ട് സൂപ്പർ അടിപൊളി ചിന്താമണി ചിക്കൻ ഉണ്ടാക്കും. അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാറുണ്ട് അമ്മായി. അമ്മ എന്തിനാന്ന് ചിക്കൻ പൊട്ടിത്തെറിച്ചതൊന്നുമില്ല. ഈ സമോസയുടെ മറ്റേ ഷീറ്റ് ഇല്ലേ, അതായത് ചിക്കൻ നമ്മളിപ്പോ ഈ മസാല ഒക്കെ തേച്ച് വെക്കുന്നില്ലേ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് ഈ മസാല അല്ല നമ്മുടെ സമോസയുടെ ഷീറ്റ് ഇല്ലേ, അത് നന്നായി ഇങ്ങനെ ചപ്പാത്തിക്ക് ഇതാക്കണ പോലെ ഇങ്ങനെ നീളനെ അരിയ. അതായത് ഇങ്ങനെ നമ്മുടെ കൊത്തു പൊറോട്ടയുടെ പോലെയല്ല, ഇങ്ങനെ നീളനെ അരിയില്ലേ, അതിങ്ങനെ അതൊരു ഷീറ്റ് അങ്ങനെ ഈ സമോസയുടെ ഇത്ര പോകുന്നൊരു ഷീറ്റ് അങ്ങനത്തെ ഒരു
ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ചീറ്റ. അതിങ്ങനെ നേരെ കട്ട് ചെയ്യുക, എന്നിട്ട് അത് ഇതിൽ ചുരുട്ടിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുക. ചിക്കൻ പൊട്ടിത്തെറിച്ച് ഞാൻ ഇതിട്ട് കേട്ടോ സത്യത്തില്. അതെ, അന്ന് നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാട്ടാ. വീഡിയോയില് വെറുതെ കണ്ടിരിക്കാണ്ട് വല്ല ഫുഡ് ബ്ലോഗേഴ്സിന്റെയോ നമുക്കൊരു കാര്യം ചെയ്യല്ല, നമുക്കൊരു ദിവസം ഉണ്ടാക്കാട്ടാ ചിക്കൻ പൊട്ടിത്തെറിച്ചത്. ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ സംഭവങ്ങൾ ഇടാട്ടോ. മല്ലിയില കത്രിക കൊണ്ട് മുറിച്ചിടുകയാണ്. മല്ലിയില ഇടണേക്കാളും നല്ലതാണ്. നമ്മള് എന്ത് കറി ഇങ്ങനത്തെ മല്ലിയില ഇടാൻ പറ്റിയ കറികൾ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ മല്ലിയില ഇട്ടാണ്ടല്ലോ, അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ ഇടയിലിട്ടിട്ട് അത് വാടി ഇവണേക്കാളും നല്ലത് ടെസ്റ്റിലാണെങ്കിലും അത് എല്ലാത്തിലും ഈ തിളച്ചതിനൊക്കെ ശേഷം നമ്മൾ ഓഫ് ചെയ്ത് ആ ടൈമിൽ ഇട്ടിട്ട് ഇളക്കി വെച്ചോണ്ടല്ലോ. അടിപൊളിയല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യണം അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളത് ലാസ്റ്റ് കടല്. എന്തായാലും കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. നമ്മള് കൊറേ ഇപ്പൊ നമ്മള് സംഭവം കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്, അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് കഴിക്കാനുള്ള പരിപാടി നോക്കാം. ദുർഗ വാശി തുടങ്ങി. ദുഃഖമോ പേണങ്ങ കഴിക്കാം, നമുക്ക് കഴിക്കാം. ഓക്കെ, ഡൺ. നമ്മള് ഫുഡിന്റെ പരിപാടി പതുക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. കൂട്ടാ സൗണ്ട് കുറച്ചടാ. അപ്പൊ അതേ ദുർഗുട്ട എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ദുർഗമ്മ എങ്ങനെയുണ്ട്? അമ്മോ സൂപ്പറാണോ? ആ, ദുർഗയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ചൂടുണ്ട് അല്ലേ? അപ്പം അമ്മ കസരയിലിരിക്കണം കേട്ടോ, ഞങ്ങൾ നിലത്തിരിക്കണം. അമ്മയ്ക്ക് നടുവേനുണ്ട്, അപ്പം അത് കാരണം നിലത്തിരുന്നിട്ട് എനിക്കെൻ്റെ ഒരു ഇതെല്ലാമുണ്ട്. അപ്പോൾ ദച്ചുതേ വിളമ്പലാണ്. എന്താമ്മോ? അപ്പോൾ ഇത് ഒന്നും കിട്ടിയിട്ടില്ലേ? അപ്പൊ നമ്മുടെ ചിക്കൻ കപ്പ ബിരിയാണി അല്ല, കപ്പ ചിക്കൻ ബിരിയാണി അല്ല, ചിക്കൻ കപ്പ ബിരിയാണി കറക്റ്റ്. ചിക്കൻ കപ്പ ബിരിയാണി. അപ്പൊ ഇത് സെറ്റായിട്ട് നിൽക്കണ്ട, സെറ്റായിട്ടാ കഴിച്ചോട്ടാ. ആഹാ, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഒരു വായോടെ വേണം, ഒരു കഷ്ണോടും കഴിച്ചിട്ടാണ് പറയാൻ പറ്റുള്ളൂ. സംഭവം ഇടുകയുണ്ട് വേണ്ട. അടിപൊളി. വീഡിയോ വേണ്ടിട്ട് പറയാന്നല്ല കേട്ടാ, കഴിഞ്ഞ പ്രാവശ്യക്കാളും സൂപ്പറായിട്ടുണ്ട്. ഇത്തിരി എരിവുണ്ട് കേട്ടാ, ചിലപ്പോ ചൂടോടെ ഉള്ളതുകൊണ്ടായിരിക്കും. സംഭവം അടിപൊളിയുണ്ട് കേട്ടാ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നേരത്തെ വയറ് നിറഞ്ഞു. ചൂടാറിയുന്ന എങ്ങനെയുണ്ട്? മുന്നൂട്ടിക്ക് ഇഷ്ടായാ? ദുഗുമ എങ്ങനെയുണ്ടാ? സൂപ്പറായിണ്ടാ? ഇനി അമ്മയുടെ അഭിപ്രായം. അങ്ങനെയല്ല, പക്ഷെ വെക്കണ ഒരു ഇതുണ്ടല്ലോ. മനസ്സെന്നറിയണം. നല്ല നല്ല എരിവുണ്ട്, എനിക്ക് ഇഷ്ടായി. നല്ല എരിവുണ്ട്. അപ്പൊ എനിക്ക് പണി കിട്ടിയില്ലോ. ചൂടായിട്ടോ? ചൂടായിട്ടാ, കുഴപ്പമുണ്ടാവില്ല. നന്നായിണ്ട്, അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. അമ്മ ഞാനും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. തെച്ചു അല്ല, നിങ്ങൾ കണ്ടതല്ലേ കുറച്ചെടുത്ത് വീഡിയോയിൽ എന്നിട്ട് പറഞ്ഞ വയ്ക്കണ, അതായത് അതുകൊണ്ട് ആ വാക്ക് മാനിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്ലേറ്റിൽ ഞാൻ ഒന്നും വിളമ്പിയിട്ടില്ല. ഓക്കെ, പക്ഷെ ഞാനതെന്ത് പറഞ്ഞാലേ എന്താന്ന് വെച്ചാല് തെച്ചു ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോ, നമ്മളൊരു കറിയൊക്കെ വെച്ച് കഴിയുമ്പോ അത് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ വയറ് നിറഞ്ഞു. ഏത്
ഉണ്ടാക്കുന്ന മനസ്സ് നിറഞ്ഞു എന്ന്. അപ്പൊ മനസ്സും വയറും നിറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദച്ചുവിന് ഞങ്ങള് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കേണ്ടത് കാലി പ്ലേറ്റ് ആണ് കേട്ടോ ദച്ചുവിന്റെ. അവ ഒന്നും കൊടുക്കില്ല. ദച്ചുവിന്റെ മനസ്സും വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ദച്ചു എന്റെ പൊക്കോ. അപ്പൊ വീഡിയോ എടുക്കല് കഴിഞ്ഞില്ലേ? അപ്പൊ ഞാൻ എണീറ്റോട്ടാ, ഞങ്ങള് കഴിക്കട്ടെ. ശരി കഴിച്ച വേണ്ട, നാളെ പണി കിട്ടും. ദച്ചെടുത്തോ. അപ്പൊ ദേ ദച്ചും കഴിക്കണ്ട കേട്ടാ, അല്ലെങ്കിൽ ഞങ്ങക്ക് പണി കിട്ടും. അത് കാരണം ദച്ചു എന്നിട്ട് കഴിച്ചിട്ട് പറഞ്ഞെന്ന് സ്വയം പറഞ്ഞേ അഭിപ്രായം. നല്ല ചൂടുണ്ട്. എന്തിട്ട് ഉണ്ട് അടിപൊളിയാണല്ലേ? കഴിഞ്ഞ പ്രാവശ്യക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ, നന്നായിണ്ട് ഇല്ലേ അമ്മേ? അടിപൊളിയായിണ്ടല്ലേ? അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ കഴിച്ചിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വേഗം വൈൻഡപ്പ് ചെയ്യാണ് കഴിക്കാനുള്ളതുകൊണ്ട്. അപ്പൊ അമ്മ അപ്പൊ ഞങ്ങളെല്ലാരും കഴിക്കട്ടെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അപ്പൊ ശരി, ബൈ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ ഫോണിന്റെ ഹീറ്റിങ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എന്നാലും പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അമ്മേ ഓക്കെ കൂട്ടാ. അപ്പൊ ടാറ്റ. ഓക്കെ ദുഗുമ്മ ടാറ്റ പറഞ്ഞേ. ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാന്ന് പറഞ്ഞേ. ദുഗുമ്മ അതൊന്നും പറഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ കേട്ടാ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത നല്ലൊരു ഫുഡ് വ്ളോഗായിട്ട് വരാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ. ബൈ. ഇഷ്ടപ്പെട്ട ഞാൻ ഓക്കെ ശരി.